സോഷ്യൽ മീഡിയയിൽ ലീഡ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ക്ലയൻറ്റ്സ് പറയുന്നൊരു കൺസേൺ ആയിരിക്കും ലീഡ്സിന് ക്വാളിറ്റി ഇല്ല. എങ്ങനെയാണ് നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് മെറ്റാ ആഡ്സ് നിന്ന് എടുക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞങ്ങളെ ക്ലയൻറ്റ്സ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതെങ്ങനെയാണ് എന്ന് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. പൊതുവേ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവോ ഒരു വീഡിയോ കണ്ടൻറ്റോ വെച്ചിട്ടാണ് നമ്മൾ ലീഡ് ജനറേഷൻ ചെയ്യാറ്. അപ്പോൾ നമ്മളെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് വ്യക്തമായിട്ടുള്ള ബ്രാൻഡിനെ പറ്റിയുള്ള ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമ്മളെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് നമ്മളെ ആഡുകൾ മാത്രമായിരിക്കില്ല കാണുന്നത്, മൾട്ടിപ്പിൾ ആഡുകൾ ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ കാണുന്നുണ്ടാവും. അപ്പം നമ്മളെ ആഡ് കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു 6 ലെയർ പ്രോസസ്സിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ലീഡ് കിട്ടുക. അതേപോലെ തന്നെ നമ്മളെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കായിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യാതെ തന്നെ ലീഡ്സ് കിട്ടുന്ന ഒരു സാഹചര്യം കൂടെ വരും. 6 ലെയർ സ്ട്രാറ്റജി അതിനെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടാർഗറ്റ് ഫിൽറ്ററിങ് സ്റ്റേജാണ്. ടാർഗറ്റ് ഫിൽറ്ററിങ് സ്റ്റേജിൽ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഏജ്, കാറ്റഗറി, ലൊക്കേഷൻ, ഇൻട്രസ്റ്റ് ഏരിയൻ്റെ ബേസിൽ നമ്മൾ ബേസിക് ഓഡിയൻസിനെ ആദ്യം സെറ്റ് ചെയ്യും. ഈ ഓഡിയൻസിലേക്ക് നമ്മൾ സെക്കൻഡ് ലെയറായ ബ്രാൻഡ് വിസിബിലിറ്റി സ്റ്റേജ് റൺ ചെയ്യും. ബ്രാൻഡ് വിസിബിലിറ്റി സ്റ്റേജിൽ നമ്മൾ ബ്രാൻഡിന് കൂടുതൽ ഫെമിലിയർ ആവുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുക. ബ്രാൻഡിനെ കൃത്യമായിട്ട് നമ്മളെ ടാർഗറ്റ് ഓഡിയൻ്റെ മനസ്സിൽ പ്ലേസ് ചെയ്യുക എന്നാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. ഇതിനായിട്ട് കൂടുതലും നമ്മൾ ക്രിയേറ്റീവ് പോസ്റ്ററും വീഡിയോ ആഡുകളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ ബ്രാൻഡിനെ മനസ്സിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് രജിസ്റ്ററിങ് സ്റ്റേജ്. രജിസ്റ്ററിങ് സ്റ്റേജിൽ നമ്മൾ കസ്റ്റമറിനെ നമ്മളെ പ്രൊഡക്റ്റിനും സർവീസിനോടും കൂടുതൽ അടുപ്പിക്കുക, അവരെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന തരത്തിലുള്ള ആ പ്രൊഡക്റ്റും സർവീസും രജിസ്റ്റർ ആവുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യും. നമ്മൾ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് ആയിരിക്കും കാണിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കും കാണിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ എങ്ങനെ ഫിക്സ് ചെയ്യിക്കാം എന്നാണ് രജിസ്റ്ററിങ് ലെയറിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനും കൂടുതലായിട്ട് നമ്മൾ വീഡിയോസാണ് ഇൻക്ലൂഡ് ചെയ്യുക. അവയർനെസ് സ്റ്റേജിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് എന്താണ്, എന്തിന് പ്രൊഡക്റ്റ് മേടിക്കണം, എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇത്തരം കാര്യങ്ങളാണ് കസ്റ്റമറെ നമ്മൾ അവെയർ ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ അവയർനെസ് കൊടുത്താൽ മാത്രമാണ് വേറെ പ്രൊഡക്റ്റിൻ്റെ ആഡ് കാണുമ്പോൾ എന്തിന് നമ്മളെ പ്രൊഡക്റ്റ് മേടിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ സംഭവിക്കുള്ളൂ. നമ്മൾ അവയർനെസ് സ്റ്റേജ് കഴിഞ്ഞാലും ഇത് മേടിക്കാൻ കസ്റ്റമറെ പുള്ള് ചെയ്യുന്നൊരു ഫാക്ടറുണ്ട്. ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. അങ്ങനെ ട്രസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ ലെയറിൽ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ, ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസോ റിവ്യൂസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്ന സമയത്ത് കസ്റ്റമറെ പുഷ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. കസ്റ്റമർ അക്വിസിഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മളൊരു പ്രൊമോ വീഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ പ്രൊമോ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് നമുക്കൊരു ഹുക്കപ്പ് പോയിൻ്റ് ഉണ്ടാവും, ഒരു മിഡിൽ ലൈൻ ഉണ്ടാവും, ഒരു ക്ലോസിംഗ് നോട്ട് ഉണ്ടാവും. നമ്മൾ ആദ്യം ആ ഹുക്കപ്പ് പോയിന്റ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആഡ് അപ്പിയർ ആവുന്ന സമയത്ത് നമ്മൾ ആഡിന് കൂടുതൽ അറ്റൻഷൻ കിട്ടാനും പെട്ടെന്ന് നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഹുക്കപ്പ് പോയിന്റ് വെക്കും. അതേപോലെ തന്നെ ആ കോർ പോർഷനിൽ നമ്മളെ പ്രൊഡക്റ്റ് എന്തിന് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കും. ക്ലോസിംഗ് നോട്ടിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ക്വിക്ക് ആക്ഷൻ അവിടെ വരാൻ വേണ്ടിയിട്ടാണ്, ലീഡിനെ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ലീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹുക്കപ്പ് പോയിന്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടുത്തെ ക്ലയൻസിന് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സ്ട്രാറ്റജിയാണിത്. ഈ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് 10% ഒക്കെ കൺവേർഷൻ റേറ്റ് വന്ന ഒരു ക്ലയൻറ്റിന് 30 to 40% വരെ ലീഡ്സിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ലീഡ്സ് അവർക്ക് വരാൻ തുടങ്ങി. ആഡ് സ്പെൻഡ് ഒന്നും ചെയ്യാതെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ലീഡ്സ് വരാൻ തുടങ്ങി. സെയിം ടൈമിൽ ബ്രാൻഡ് ബിൽഡിങ്ങും കൂടെ പ്രോപ്പറായിട്ട് നടക്കും. നമ്മൾ ഒരു ടാർഗറ്റ് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് അവരുടെ ബ്രാൻഡ് എന്താണ്, സർവീസ് എന്താണ്, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കൺവേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രാൻഡിനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഇത് കാണുന്ന ഒരു കസ്റ്റമർക്ക് ഉണ്ടാവും.